നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വീട്ടുജോലി ജോലി ചെയ്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ബിന്ദു എന്നാണ് ആ സ്ത്രീയുടെ പേര്. കേരളത്തിലുള്ള എല്ലാവർക്കും ആ വിഷയത്തെക്കുറിച്ച് അറിയാം. എങ്കിലും ഞാൻ അതിന്റെ ഒരു ചെറിയൊരു വിവരണം ഒന്ന് പറയാം. അതായത് ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്. ആ ക്രിസ്ത്യൻ കുടുംബത്തിൽ വീട്ടുജോലിക്ക് ചെല്ലുന്ന ബിന്ദുവിനെ അകാരണമായി ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് രാത്രി സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം വീട്ടുകാരെ അറിയിക്കുന്നില്ല. സ്റ്റേഷനിൽ പോലീസിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം കാണിച്ചുകൊണ്ട് അവരെ മാനസികമായും ശാരീരികമായും ഒക്കെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പൊ ഈ ഒരു വിഷയത്തിന്മേൽ പിന്നീട് നടന്നത് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ കുറ്റക്കാരിയല്ല എന്നും ആ കുറ്റം ചുമത്തിക്കൊണ്ട് ഈ സ്ത്രീയെ പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ മാനസികമായും അവരുടെ കുടുംബത്തെ വരെ വലിച്ചിഴച്ച് ആ പെൺകുട്ടികളെ വരെ മാനസികമായിട്ട് തളർത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെ പേരിലാണ് നിലവിൽ പോലീസുകാരെയും, അതായത് SI ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഈ ഇവരെ കുറ്റം അല്ലെങ്കിൽ ആരോപിച്ച, അല്ലെങ്കിൽ ഇവര് മോഷ്ടാവാണ്, ഇവരെ അറസ്റ്റ് ചെയ്യണം, അവരുടെ മാല മോഷ്ടിച്ചത് ഈ സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിന്ദുവിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതെല്ലാം തന്നെ പൊളിഞ്ഞ് നാമാവശേഷമായതിനു ശേഷമാണ് ഈ പ്രതി സ്ഥാനത്തേക്ക് ഈ വീട്ടുകാരെയും അതോടൊപ്പം തന്നെ പോലീസുകാരെയും അവരെ ആരൊക്കെ ചേർന്നാണ് ബിന്ദുവിനെ ഉപദ്രവിച്ചത്, മാനസികമായിട്ട് ഉപദ്രവിച്ചത്, ശാരീരികമായിട്ട്, ഇതെല്ലാം ചേർത്തുകൊണ്ട് അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, അട്രോസിറ്റി വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടില്ല എന്ന്. പക്ഷെ അത് ഇന്നലെ 24 ന്യൂസിനകത്ത് ഒരു വാർത്ത വന്നിരുന്നു. അപ്പൊ ആ ന്യൂസിനകത്ത് വന്നിരിക്കുന്നത് പ്രതികൾക്ക് ജാമ്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ആരാണ് പ്രതികളെന്നോ അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് ഇവരെ പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്നതെന്നോ ഒന്നും അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആ ഒരു 24 ന്യൂസ് കൊടുത്തിരിക്കുന്ന വാർത്തയുടെ ആ ഫോട്ടോ അല്ലെങ്കിൽ ആ പോസ്റ്റർ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം. നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ പറയുക, ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിക്കുക. അതായത് ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ശബ്ദമില്ലാത്തത്, അല്ലെങ്കിൽ എവിടെയാണോ അനീതി ഉണ്ടാകുന്നത് അവിടെയൊക്കെയാണ് ശബ്ദിക്കേണ്ടത്. സത്യത്തിൽ മാധ്യമം എന്ന് പറയുന്ന അവരുടെ കടമ അത് തന്നെയാണ്. ഈ ജനസമൂഹത്തിൽ എവിടെ അനീതി ഉണ്ടാകുന്നു, എവിടെ ആർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, സമത്വം നിഷേധിക്കുന്നു, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, ആരാണ് പ്രതിയെന്ന് പോലും അറിയാതെ പ്രതികൾക്ക് ജാമ്യം എന്ന് പറയുമ്പോഴത്തേക്കും ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഈ പോസ്റ്ററാണ് ഈ കേരളത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ഈ 24 ന്യൂസ് ചാനലിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ബിന്ദു പ്രതിയാവുന്ന രീതിയിൽ തന്നെയാണ് ഇവർ വീണ്ടും ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമം എന്ന് പറയുന്നത് മാമാപ്പണി അല്ല എന്ന് ഈ 24 ന്യൂസ് നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഈ ശ്രീകണ്ഠൻ നായർ, സത്യം പറഞ്ഞാൽ പേര് പോലും നേരെ തിരിച്ചു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ശ്രീകുണ്ഠൻ നായർ എന്ന് വിളിക്കുന്നതാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ചേരുന്നൊരു പേര്. അല്ലാതെ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു പേര് ഈ നായർ സമൂഹത്തിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കായിരിക്കും ഒരുപക്ഷെ ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന പേര് ചേരുക. അപ്പം വാർത്തയ്ക്ക് വേണ്ടി, എന്തെങ്കിലും ഒരു സെൻസേഷൻ ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പടച്ചുണ്ടാക്കി അങ്ങ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനവും സന്തോഷം കിട്ടുമെന്നാണ്. ഇപ്പൊ ഞാന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പ്രതികൾക്ക് ജാമ്യം, ബിന്ദുവായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ജാമ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ശ്രീകണ്ഠൻ നായരുടെ ഫോട്ടോയും അതിനൊപ്പം ഭാര്യയും മകനെയും ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് തൊട്ട് താഴെ ഈ ബിന്ദു എന്ന് പറയുന്ന, അല്ലെങ്കിൽ വ്യാജ മോഷണ കേസിൽ പ്രതിയായിട്ടിരിക്കുന്ന ആ ഒരു കേസിൽ ഇവർക്ക് ജാമ്യം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ശ്രീകണ്ഠൻ നായരുടെ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് കണക്ക് ഞാൻ കൊടുക്കുകയാണെന്ന് വെച്ചു, ഞാൻ ഇപ്പൊ ഈ ഒരു ഫോട്ടോ പോലെ ഷെയർ ചെയ്യാണ്, എന്താണ് ഈ ശ്രീകണ്ഠൻ നായർക്ക് എന്തായിരിക്കും തോന്നുക? അപ്പൊ ഇതിനകത്തൊരു വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ അട്രോസിറ്റി വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യും, അവർക്ക് ജാമ്യം കൊടുക്കുന്ന ഒരു സർക്കാർ ഈ വിധം ഈ നാട്ടിൽ വലിയ രീതിയിൽ അനീതിയും തെമ്മാടിത്തരം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇതിനൊക്കെ, അറിയാമോ? അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു പിന്നെ തെന്മല രാജീവ് എന്ന് പറയുന്ന ഒരു പട്ടികധികാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പാണ് ഒരു വാർത്ത വന്നത്. അദ്ദേഹത്തിനെതിരെ ഇത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെയും പ്രതി ചേർക്കപ്പെട്ട് വർഷങ്ങളായിട്ട് നിയമ പോരാട്ടം നടത്തിയാണ് അദ്ദേഹം കുറ്റവിമുക്തനാകുന്നത്. അപ്പൊ ഈ സർക്കാർ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുന്ന് വലിയൊരു
ഒരു പോസ്റ്റർ ക്യാമ്പയിനിങ് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമാണ്. അത് കേരളത്തിൽ ജാതിയില്ല, കേരളത്തിൽ സമത്വമാണ്, വലിയ രീതിയിൽ പ്രബുദ്ധരാണ് ഈ കേരളത്തിൽ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ കുട്ടിഘോഷിക്കുന്നത്. പക്ഷെ ആ നാട്ടിൽ തന്നെയാണ് ഈ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ മുഴുവൻ. അതായത് അട്രോസിറ്റി ആക്ട് പ്രകാരം പിന്നെ പ്രതി ചേർക്കപ്പെട്ട വ്യക്തികൾക്ക് പോലും അതിന്റെ പിറ്റേന്ന് അവരുടെ അല്ല, ഇതിനകത്ത് വേറൊരു കോമഡി എന്താണെന്ന് പറഞ്ഞാല്, ഈ പ്രതി ചേർക്കപ്പെട്ട ഈ വ്യക്തികളുടെ ഫോട്ടോ ഇന്ന് വരെ കേരളത്തിലെ ഈ ശ്രീകുണ്ടൻ നായർ എന്ന് പറയുന്ന ഈ വ്യക്തി പോലും ഷെയർ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഒരു കുറ്റവും ചെയ്യാത്ത ബിന്ദുവിന്റെ ഫോട്ടോ ഈ കേരളത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയകളിലും ഈ TV ചാനലുകളിലൊക്കെ തന്നെ പ്രചരിക്കുകയാണ്. അപ്പൊ ആ പ്രതി ചേർക്കപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ ബിന്ദുവിനെതിരെ പരാതി കൊടുക്കുന്നത്. അവരുടെ ഫോട്ടോ ഇന്ന് വരെ കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയകളിലോ ഒരു ചാനലിലോ അവരുടെ ഫോട്ടോ വന്നിട്ടില്ല, അവരുടെ ഡീറ്റെയിൽസോ ഒന്നും വന്നിട്ടില്ല, അവരുടെ വീടിന്റെ ഫോട്ടോ പോലും വന്നിട്ടില്ല. അപ്പൊ അല്ലെങ്കിൽ പോലീസ് ചെന്ന് അന്വേഷിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ മൊത്തവും ഈ പിന്നെ സരിത നായർ പോലും കക്കൂസി പോകുന്ന സമയത്ത് വരെ അതിന്റെ പിറകെ ക്യാമറയും കൊണ്ടുപോയ മാധ്യമങ്ങളാണ് ഇവിടെ. പക്ഷേ നിരപരാധിയായ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് ആരാണ് അത് ചെയ്തത്, ആ സ്ത്രീയോട് ആരാണ് അവരെ ഉപദ്രവിച്ചത് ഈ വിധം, അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അല്ലേ വീടുകളിൽ പോയി എടുക്കേണ്ടത്. അപ്പം മനുഷ്യന്റെ ഞരമ്പ് രോഗികളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഞരമ്പ് രോഗികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അപ്പൊ നമുക്കറിയാം, സർക്കാരിന് എന്തായാലും ഈ വിഷയത്തിൽ യാതൊരുവിധ ആത്മാർത്ഥതയില്ല. അല്ലെങ്കിൽ ഇതിനെ ഈ സ്ത്രീയെ ഈ വിധം ഉപദ്രവിച്ച മാനസികമായി ഈ അവരുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയാണ്, അവരുടെ വിദ്യാഭ്യാസത്തിനും നിത്യചെലവിനും വേണ്ടിയാണ് അവർ ആ വീട്ടു ജോലിക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ ഈ വിധം ഉപദ്രവിക്കുന്ന പ്രതികളെ ശിക്ഷിക്കാനോ അവർക്ക് വേണ്ട രീതിയിൽ ഒരു ഒരു എന്താ പറയുക, സർക്കാരിന് ഒരു ധാർമ്മിക ബോധമോ അങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് വേടനെ പോലെയുള്ള വ്യക്തികൾ ഇവിടെ ഉയർന്നു വരുന്നത്.